ഈ വർഷത്തെ രഥോത്സവത്തിന് എൻ്റെ കൂടെ എൻ്റെ പ്രിയ കൂട്ടുകാരൻ വിനോദ് വള്ളത്തോൾ കൂടിയുണ്ട്. അപ്പോൾ ഏകദേശം ഉച്ചയോടുകൂടിയാണ് ഞങ്ങൾ അവിടെ എത്തുന്നത് കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ കൽപ്പാത്തിയുടെ അഗ്രഹാര തെരുവുകളൊക്കെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ അവിടെ 6-ാം തീയതി മുതൽ 10-ാം തീയതി വരെ സംഗീത ഉത്സവം നടക്കുന്നു എന്ന് പറഞ്ഞ ബോർഡൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ രഥോത്സവമൊക്കെ നടക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ഈ അഗ്രഹാരത്തിൻ്റെ ഒരു കഥയൊക്കെ പറയുകയാണെങ്കിൽ, തമിഴ് ബ്രാഹ്മണരാണ് ഈ അഗ്രഹാരത്തിൽ ഒരു 700 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ വന്ന് താമസമാക്കിയത്. അതായത് നമ്മുടെ ഭാരതപ്പുഴയുടെ തീരത്ത്, അതിൻ്റെ കൈവരിയായ കൽപ്പാത്തിപ്പുഴയുടെ തീരത്താണ് അവർ വന്ന് താമസമുറപ്പിച്ചത് കേട്ടോ. അപ്പോൾ ഇവിടെ സ്വാഗതം രഥോത്സവത്തിൻ്റെ നഗരിയിലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പാലക്കാടിൻ്റെ നഗരസഭയുടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല തിരക്കാണ് കേട്ടോ. നമ്മൾ രാവിലേക്കാണ് ഇവിടെ എത്തുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാ അഗ്രഹാരത്തിൻ്റെയും മുന്നിൽ കോലം വരച്ചതൊക്കെ നമുക്ക് കാണാമായിരുന്നു. പക്ഷെ ഞങ്ങൾ എത്തിയത് ഉച്ചയ്ക്കായി. അപ്പോഴേക്കും എല്ലാ അഗ്രഹാരത്തിൻ്റെ മുന്നിലൊക്കെ പല കടകളും ഒക്കെ പ്രവർത്തിച്ചു തുടങ്ങി. അപ്പോൾ നമുക്ക് അത് കാണാനുള്ള ഒരു ഭാഗ്യം സിദ്ധിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ഒരു ദിവസം ഞാൻ വീണ്ടും പോയിട്ട് ഒരു പ്രഭാതം അവിടുത്തെ നമ്മൾ ഒപ്പിയെടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കൂടെ വിനോദ് വള്ളത്തോൾ ആദ്യമായിട്ടാണ് ഈ കൽപ്പാത്തി രഥോത്സവത്തിന് വരുന്നത് എന്നതുകൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ്. അപ്പോൾ ഇവിടെ ജാതിമത ഭേദമന്യേ എല്ലാവരും ഈ പരിപാടിക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അതിപ്പം 4-5 ദിവസങ്ങളായിട്ട് എല്ലാവരും വന്നു പോകുന്നുണ്ട്. പക്ഷേ ഇന്നാണ് ഇതിൻ്റെ ദേവീദേവന്മാരുടെ രഥോത്സവ സംഗമം നടക്കുന്നത്. അത് വൈകുന്നേരം ഏകദേശം 5 മണിക്കൊക്കെ ആയിരിക്കും നടക്കുന്നത് കേട്ടോ. കാശിയിൽ പാതി കൽപ്പാത്തി എന്നും കല്ല് പതിച്ച വീതി കൽപ്പാത്തി എന്നും അങ്ങനെയൊക്കെ നമ്മുടെ ഈ സ്ഥലത്തിന് പേര് ചരിത്രപരമായിട്ട് ഐതിഹ്യപരമായിട്ടൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല, കേട്ടറിവ് മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ ഈ അഗ്രഹാര വീഥികളിൽ 4 ബ്രാഹ്മണ അഗ്രഹാര തെരുവുകളാണുള്ളത് കേട്ടോ. പുതിയ കൽപ്പാത്തി, പഴയ കൽപ്പാത്തി, ചാത്തപുരം, ഗോവിന്ദരാജപുരം, അങ്ങനെ 4 തെരുവുകളാണ് ഇവിടെയുള്ളത് കേട്ടോ. ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് വിശാലാക്ഷി സമേതനായ കാശി വിശ്വനാഥൻ്റെ രൂപമാണ്. അതായത് ശിവൻ തന്നെ, കാശി വിശ്വനാഥനും ശ്രീപാർവതിയും. പിന്നെ അതിന് ഏകദേശം ഓപ്പോസിറ്റായി ഈ തെരുവിൻ്റെ അവസാന ഭാഗത്ത് ശ്രീ ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രം ഉണ്ട്. അത് പഴയ കൽപ്പാത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇവിടെ ദക്ഷിണാമൂർത്തി, ഗംഗാധരൻ, കാളഭൈരവൻ, ചാണ്ടികേശ്വരൻ എന്നീ ഭാവങ്ങളിലൊക്കെ ശിവഭഗവാന്റെ പ്രതിഷ്ഠകളുണ്ട് കേട്ടോ. ഞാനിവിടെ വീഡിയോ പകർത്തുന്നതിനിടയ്ക്ക് നമ്മുടെ വിനോദ് ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് ഈ വഴിക്കാണോ ആ വഴിക്കാണോ ഒക്കെ പോകുന്നതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഏത് വഴിക്ക് പോയാലും ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗത്ത് എത്തിപ്പെടും. അപ്പോൾ അതാ നമ്മുടെ ആ രഥത്തിൻ്റെ ഒരു രഥമാണ് ആ നേരെ കാണുന്നത് കേട്ടോ.
അപ്പോൾ ഇവിടുത്തെ രഥത്തിൻ്റെ കൊത്തുപണികളൊക്കെയാണ് ഈ കാണുന്നത്. പിന്നെ ഇവിടെ കുറേ കച്ചവടക്കാരും പിന്നെ ഈ അഗ്രഹാരങ്ങളൊക്കെ ഇപ്പം ഒന്ന് അടഞ്ഞു കിടക്കുകയാണ്. കാരണം എല്ലാവരും അമ്പലത്തിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇതാ 2 തേരുകൾ നമുക്കിവിടെ മുന്നിൽ കാണാം. അപ്പോൾ എല്ലാവരും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉച്ച സമയമായ കാരണം വലിയ തിരക്കില്ല, എന്നാലും തിരക്കുണ്ട്. വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായി മാറും കേട്ടോ. അപ്പോൾ അത് അവിടെ 4 തേരുകളാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. ഈ രഥത്തിൻ്റെയൊക്കെ കൊത്തുപണികളൊക്കെ മരം കൊണ്ട് ഒന്നായിട്ട് എന്താണ് അതിൻ്റെ ഭംഗി കാണേണ്ടത് തന്നെ കേട്ടോ. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലൊക്കെ അതൊന്ന് വന്ന് കാണാൻ പറ്റുമെങ്കിലൊക്കെ ഒന്ന് കാണുക. നല്ല തിരക്കാണ്, നല്ല വെയിലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ ഇതിൽ ഈ രഥം മുഴുവനായിട്ട് വാഴക്കൊല, ഇളനീര്, പഴക്കുല, അങ്ങനെ പല പൂവ് ഒക്കെ വെച്ചിട്ട് അലങ്കരിച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ തെരുവിലൊക്കെ ഒരുപാട് കച്ചവടക്കാർ ഈ ദിവസങ്ങൾ എനിക്ക് തോന്നുന്നത് സ്റ്റാർട്ടിങ് മുതലൊക്കെ ഉണ്ടാവും തോന്നുന്നുണ്ട്. കാരണം ഞാനധികം ഈ ദേവരഥ സംഗമത്തിനാണ് അധികം വന്നിട്ടുള്ളത്. ബാക്കി എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഏതായാലും ഇവിടെ ഈ വീഥികളൊക്കെ, അഗ്രഹാര വീഥികളൊക്കെ തിരക്ക് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ജാതി ഭേദ മതവ്യത്യാസമില്ലാതെ എല്ലാവരും പങ്കെടുക്കുന്ന ഒരു മഹത്തായ നമ്മുടെ കേരളത്തിലെ ഒരു ഉത്സവമാണ് ഇത്. ഒരാൾ അതിൻ്റെ വഴിപാടായിട്ടാണെന്ന് തോന്നുന്നത്. അതിൻ്റെ പുറത്ത് പുറത്ത് അത് ശരിക്കും കൊളത്തി വെച്ചിരിക്കുകയാണ്. കാണുമ്പോൾ തന്നെ നമുക്കൊരു വിഷമമാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും വഴിപാടുകളായിരിക്കും. ഏതായാലും നല്ല തിരക്കുണ്ട്. അപ്പോൾ നമ്മൾ ആ അമ്പലത്തിൻ്റെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്പലത്തിൻ്റെ മുന്നിൽ അവിടെ രഥം സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ അടുത്തുള്ള അമ്പലം ദീപാലങ്കൃതമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. പിന്നെ നല്ല ഒരുപാട് ഉയരമുണ്ട് കേട്ടോ. എത്ര ഉയരമെന്ന് എനിക്ക് പറയാനറിയില്ല. ഏതായാലും ഇതാണ് ഇവിടുത്തെ പ്രധാന അമ്പലം. അപ്പോൾ ഈ അമ്പലത്തിനുള്ളിലേക്ക് ഇത് മുകളിൽ നിന്ന് താഴേക്കാണ് ഇറങ്ങുന്നത് കേട്ടോ പടികൾ. അതായത് നമ്മുടെ റോഡിൻ്റെ ഹൈറ്റിൽ നിന്ന് താഴേക്കാണ് ഈ അമ്പലം വരുന്നത്. നട തുറന്നിട്ടില്ല. അപ്പോൾ ഇപ്പോഴും നല്ല തിരക്കുണ്ട്. അപ്പോൾ ഇതിൻ്റെ 2 സൈഡിലും കച്ചവടക്കാരും പിന്നെ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കൽപ്പാത്തി പുഴ. അപ്പോൾ ഈ കൽപ്പാത്തി പുഴയുടെ തീരത്ത് ആയിട്ടാണ് നമ്മുടെ ഈ അമ്പലം.
അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിങ്ങനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ആ ഹോട്ടലിന് മുന്നിലുള്ള ക്യൂ ആണിത്. ദ ടേസ്റ്റ് ഓഫ് കൽപ്പാത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലാണ്. ഞാൻ വരുമ്പോൾ മിക്കവാറും അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ 4 അമ്പലങ്ങളിലേക്ക് പോകാനുള്ള ബോർഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ കറങ്ങി അടിച്ച് റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ അന്നദാനമൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ വലിയൊരു ക്യൂ ആണ്. അപ്പോൾ അന്നദാനത്തിനൊന്നും നിന്നാൽ കിട്ടില്ല എന്നുള്ള ഉറപ്പ് കാരണം നമ്മൾ പുറത്തുനിന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട അദ്ദേഹം ഇപ്പോൾ അമ്പലത്തിൻ്റെ അടുത്തെത്താറായിട്ടുണ്ട് കേട്ടോ. അദ്ദേഹത്തിൻ്റെ പുറത്ത് കണ്ട അത് ഇത് വെച്ചിട്ടുള്ളത് എല്ലാവരും അദ്ദേഹത്തെ നോക്കുന്നുണ്ട്. പിന്നെ പലരും അദ്ദേഹത്തിന് ദക്ഷിണ നൽകുന്നുണ്ട്. ഏതായാലും ഓരോരുത്തരുടെ വിശ്വാസങ്ങളും അവരുടെ വഴിപാടുകളൊക്കെയാണ്. അതിപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും അദ്ദേഹത്തിൻ്റെ വഴിപാടൊക്കെ നന്നായിട്ട് നടക്കട്ടെ. നേരെ നടന്നു കീസൊക്കെ നോക്കിക്കോട്ടോ എവിടെ വെച്ചിരിക്കണേ. അപ്പോൾ വീണ്ടും ഞങ്ങൾ അമ്പലത്തിൻ്റെ അകത്തേക്ക് തന്നെ കയറിയിട്ടോ. ഇവിടെ അമ്പലം നട തുറന്നിട്ടുണ്ട്. അത് വഴിപാട് കൗണ്ടറാണ് ഈ സൈഡിൽ കാണുന്നത്. നല്ല അലങ്കരിച്ച് ഇഷ്ടംപോലെ ആളുകൾ ഉണ്ട് കേട്ടോ. നല്ല തിരക്കാണ്. അപ്പോൾ ഞങ്ങൾ പുഴയിലേക്കൊന്ന് ഇറങ്ങാൻ വെച്ചിട്ടാണ് വീണ്ടും ഇങ്ങോട്ട് തന്നെ പോകുന്നത്. ഒന്ന് കുളിച്ച് ഒന്ന് ഉഷാറായതിന് ശേഷം ഒന്ന് തൊഴുത ശേഷം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാമെന്നുള്ളൊരു ഐഡിയയിലാണ് ഇപ്പോൾ നീങ്ങുന്നത്. അപ്പോൾ ഏതായാലും ഇവിടെ അമ്പലത്തിൽ കയറാനുള്ള ക്യൂ ആണ് ഈ നിൽക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഒരു തമിഴ് ബ്രാഹ്മണ സ്ത്രീ കാശിയിൽ പോയി വരുമ്പോൾ ഒരു ശിവലിംഗം കൊണ്ടുവന്ന് ഇവിടെ പ്രതിഷ്ഠിച്ചു. പിന്നെ അവിടെ അമ്പലമാക്കി എന്നൊക്കെയാണ് ഐതിഹ്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. ഏതായാലും ഇവിടുത്തെ ഈ തിരക്ക് വളരെ അത്യപൂർവമാണ്. പിന്നെ ഇവിടുത്തെ അപ്പോഴൊക്കെ ഈ കച്ചവടക്കാരുടെയും ഒക്കെ നല്ല നല്ല തിരക്കുണ്ട്. അതിപ്പോൾ ഈ ദിവസങ്ങളായതുകൊണ്ടായിരിക്കാം കേട്ടോ. അവരെ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് അവിടെയൊക്കെ അഗ്രഹാരങ്ങളൊക്കെ തന്നെയാണ്. അതിന് മുൻവശത്തൊക്കെ ഈ കച്ചവടക്കാർ തന്നെയാണ്. അപ്പോൾ നമ്മൾ നാട്ടുകാരെ ഒരാളെ കണ്ടു. അപ്പോൾ അദ്ദേഹവുമായി ഒന്ന് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം ഇവിടെ താമസിക്കുകയാണെന്ന് പറഞ്ഞു. ഫാമിലിയായിട്ട് വന്നിട്ടുള്ളത്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിത് പരിപാടി കഴിഞ്ഞ് രാത്രി മടങ്ങും എന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും ഒരുപാട് നമ്മളെ തിരൂർ താനൂർ ഭാഗങ്ങളിലുള്ള ഒരുപാട് ആളുകളെ നമ്മളിവിടെ വെച്ച് കണ്ടു കേട്ടോ. പിന്നെ നമ്മളെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനും ഫോളോവേഴ്സിനൊക്കെ കണ്ടു. പല ഭാഗത്തുനിന്നും ഓരോരുത്തർ നമ്മൾ കണ്ടു. അപ്പോൾ കാണാറുണ്ട്, ചാനൽ കാണാറുണ്ട്, പിന്നെ ഫേസ്ബുക്ക് കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ സ്ഥലത്ത് ചെന്ന് വിട്ടപ്പം നമ്മൾ ആളുകൾ ഫേസ് കൊണ്ട് തിരിച്ചറിയുന്നു. അതായത് ഫേസ്ബുക്കിലൂടെ കണ്ടിട്ട് നമ്മൾ ഫേസ് തിരിച്ചറിയുന്നു എന്ന് പറയുന്നതിന് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കൽപ്പാത്തി പുഴയിലേക്ക് ഇറങ്ങുന്ന വഴി. അപ്പോൾ ഇവിടെ ഇറങ്ങി നന്നായി ഒന്ന് കുളിച്ചു. അവിടെ വഴുക്കണ്ട അങ്ങോട്ട് പോവാം നമുക്ക്. അവിടെ കുറച്ച് പ്രശ്നമില്ലാത്ത സ്ഥലമാണ്. അതാണ് എല്ലാവരും അവിടെ പോയിരിക്കുന്നത്. അടിപൊളി വ്യൂ കേട്ടോ. അത് നോക്കുമ്പോഴേ ഇല്ല ഇവിടുന്ന് ആ വെള്ളത്തിൽ ഇറങ്ങിയാലേ ചിലപ്പോൾ ഇത് പറഞ്ഞ ഡാമാണ്ട് തുറന്നിട്ട് ആൾക്കാർ എന്ന് പറഞ്ഞിട്ട് പോയാൽ ആരപ്പം ഇന്നലെ മഴ ചെയ്തല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ചിലപ്പം തുറന്നിടായില്ല. അതുകൊണ്ട്
ഏകദേശം ഇവിടെ രഥം എഴുന്നള്ളാണ് സമയമായിരുന്നു കേട്ടോ. വൈകുന്നേരം 5 മണി കഴിഞ്ഞു. അപ്പോൾ ഏതായാലും തയ്യാറെടുപ്പുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇവിടുത്തെ മറ്റൊരു പ്രതിഷ്ഠയാണ് വള്ളി ദേവസേന സമേതയായ സുബ്രഹ്മണ്യനും ഗണപതിയും. പിന്നെ സൂര്യന് ഉപദേവന്മാരായിട്ടുണ്ട് കേട്ടോ. പിന്നെ മഹാലക്ഷ്മി സമേതനായ ഭഗവാൻ നാരായണനും ഗണപതിക്കും പ്രത്യേക ക്ഷേത്രങ്ങൾ ഇവിടെ ഉണ്ട്. അതാണ് ലക്ഷ്മി നാരായണ ക്ഷേത്രം. പിന്നെ മന്തക്കര ഗണപതി ക്ഷേത്രം, ചാത്തപുരം പ്രസന്ന ഗണപതി ക്ഷേത്രം. ആദ്യത്തെ തമിഴ് കുടിയേറ്റ പ്രദേശമാണ് കേട്ടോ. ശിവക്ഷേത്ര നിർമ്മാണത്തോട് അനുബന്ധിച്ചിട്ടാണ് ഇവരിവിടെ വന്ന് കുടിയേറി പാർത്തത് എന്നൊക്കെയാണ് ഐതിഹ്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ അതിൻ്റെ നമ്മുടെ രഥത്തിൻ്റെ ഉത്സവം, രഥോത്സവം, ദേവീ ദേവന്മാരുടെ രഥത്തിലേറിയുള്ള വരവ്, ഇതൊക്കെ നിങ്ങൾ കാണുക. പിന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്ക്, ഷെയർ ഒക്കെ ഉണ്ടായിക്കോട്ടെ. പിന്നെ ഇഷ്ടമായാൽ കമൻറ്റും കൂടി ചെയ്യണം. പിന്നെ നമ്മളൊരു എന്താ പറയുക, പ്രൊഫഷണലായിട്ടുള്ള വീഡിയോഗ്രാഫറൊന്നും അല്ലാത്ത കാരണം വീഡിയോൻ്റെ വിഷ്വൽസൊക്കെ കുറച്ച് ഇതുണ്ടാവും. എന്നാലും ഞാൻ വീണ്ടും നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇതുവരെ തന്ന സപ്പോർട്ടുകൾക്ക് വളരെ നന്ദിയുണ്ട്. അപ്പോൾ ഇനിയും തുടർന്നും എല്ലാ സപ്പോർട്ടുകളും നിങ്ങളിൽ നിന്നുണ്ടാവണം. അപ്പം അതാണ് എനിക്ക് കൂടുതൽ വീഡിയോ ഇടാനുള്ള പ്രചോദനം ആവുന്നത്. അപ്പോൾ ഇനി നമ്മുടെ ഈ രഥോത്സവത്തിൻ്റെ സംഗമവും രഥോത്സവത്തിൻ്റെ എഴുന്നള്ളത്തും ഒക്കെ കണ്ടുകൊള്ളുക കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു. രണ്ടെണ്ണം കൂടി വരാണ്ട് അല്ല, രണ്ടെണ്ണം കൂടി വരാണ്ട് മൂന്നാമത്തേത് മൊത്തം 4 ഇതടക്കം 4.
ഇറങ്ങി നന്ന തള്ളിക്കോളാം ഒന്നുകൂടി തള്ളിക്കോളാം അടുത്ത് അടിച്ചിരിക്കാറുണ്ട് ഒരാൾ കൂടി Gracias.